നമസ്കാരം. ലോകത്ത് ഏറ്റവും കലാപകലുഷിതവും പ്രശ്നസങ്കീർണവുമായ മേഖല ഏതാണ് എന്ന് ചോദിച്ചാൽ പലരുടെയും നാവിൻതുമ്പത്ത് വരുന്നത് ഗസ അല്ലെങ്കിൽ ആ ഒരു മധ്യ പൗരസ്ത്യ പ്രദേശത്തെ ആ ഒരു ഫ്രജൈൽ മേഖല. തീർച്ചയായും അത് പ്രശ്ന സങ്കീർണമാണ്, സമ്മതിക്കുന്നു. പതിറ്റാണ്ടുകളായി, ഒരുപക്ഷെ നൂറ്റാണ്ടായി അതിൻ്റെ ഒരു പ്രശ്നം തുടരാനാണ് സാധ്യത. പക്ഷേ അതിനേക്കാൾ ജീവിതം ദുസ്സഹമായ ഒരു പ്രദേശം ലോകത്തുണ്ട്. അതാണ് പാക് റീജൻ. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തി പ്രദേശം. നമുക്കറിയാമല്ലോ, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ വരയ്ക്കപ്പെട്ട അതിർത്തി ലൈൻ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നല്ലോ ഇന്ത്യയും പാകിസ്ഥാനും എല്ലാം ചേർന്ന പ്രദേശം. അഫ്ഗാനിസ്ഥാൻ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനും ബ്രിട്ടീഷ് ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരമായ അതിർത്തി ലൈനാണ് ഡ്യൂറൻഡ് ലൈൻ. ഡ്യൂറൻഡ് ലൈൻ ഇപ്പോൾ വേർതിരിക്കുന്നത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെയുമല്ല, മറിച്ച് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയുമാണ്. ഏതാണ്ട് 2600 കിലോമീറ്ററോളം ബോർഡർ റീജിയനാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള ആ ഒരു അതിർത്തി വരെ. പക്ഷേ ഈ അതിർത്തിയെ ഇന്നത്തെ താലിബാൻ ഭരണകൂടം അംഗീകരിച്ചിട്ടേ ഇല്ല. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 4 വർഷമായി അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാൻ വിട്ടു പോയതിനു ശേഷം തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ സജീവമായി പാകിസ്ഥാനുള്ളിൽ. അഫ്ഗാനിസ്ഥാനിൽ ഭരണമാറ്റമുണ്ടായി. പഴയ താലിബാൻ, അഫ്ഗാനിസ്ഥാൻ്റെ മുള്ള ഉമറിൻ്റെയൊക്കെ കാലത്തെ താലിബാൻ, ബിൻ ലാഡന് അഭയം കൊടുത്ത് സെപ്റ്റംബർ 11, 2001 സംഭവിപ്പിച്ച ആ ഒരു താലിബാൻ, ആ താലിബാൻ ഇന്ന് ഭരണകൂടമാണ്. ആ താലിബാൻ ഡ്യൂറൻഡ് ലൈൻ അംഗീകരിക്കുന്നില്ല. അതായത് പഷ്തു ഭാഷ സംസാരിക്കുന്ന പത്താൻ വംശജരായ ആളുകൾ അതിർത്തിക്ക് അപ്പുറവും ഇപ്പുറവും ഉണ്ട്. അഫ്ഗാനിസ്ഥാനിലുണ്ട്, അവിടെ ഒരു പ്രധാന ഭാഷ പഷ്തു ഭാഷയല്ലേ. പാകിസ്ഥാനിലുമുണ്ട് പഷ്തു സംസാരിക്കുന്ന ഇടങ്ങൾ. അതാണ് പാകിസ്ഥാൻ്റെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ് എന്ന് പണ്ട് വിളിച്ചിരുന്ന ഇപ്പോൾ ഖൈബർ പഖ്തൂൺഖ. പത്താൻ എന്ന വാക്ക് പഷ്തു ആണ്. പഖ്തൂൺഖ എന്ന് പറയുമ്പോൾ ഖൈബർ പാസിന് അടുത്തുള്ള പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങൾ അസ്ഥിരമെന്ന് പറയുന്നത് ശരിയല്ല, പൂർണ്ണ അരാജകത്വത്തിലാണ്. അവിടെ നിന്നാണ് ആ പ്രദേശത്ത് നിന്ന് കടന്നു വരുന്ന ആളായിരുന്നു ഇമ്രാൻഖാൻ. അല്ലെ, പെഷാവർ ആണല്ലോ ആ പ്രദേശത്തിന് തലസ്ഥാനം. പെഷാവറിൽ വലിയ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും വലിയ തോതിലില്ല. കറാച്ചിയുടെയോ ഇസ്ലാമാബാദിൻ്റെയോ ലഹോറിൻ്റെയോ പോലെയുള്ള വലിയ വികസനമൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണ്. അവഗണന നേരിടുന്ന ഒരു പ്രദേശം, പർവ്വതഭൂമി, തോറാബോറ മലനിരകൾ. അങ്ങനെ തീവ്രവാദം വളർന്ന് പന്തലിക്കാൻ, ഭീകരതയുടെ നട്ടു നനച്ച് വളർത്താനൊക്കെ പറ്റുന്ന ഒരു പ്രദേശമാണ് ഈ പറയുന്ന പാക് റീജൻ. അമേരിക്കക്കാർ വിളിക്കുന്ന പേരാണ് പാക് റീജൻ. ഈ പാക് റീജനിൽ ഇന്ന് ഇമ്രാൻഖാൻ്റെ രാഷ്ട്രീയ കക്ഷി അവിടുന്നും പടയോട്ടം തുടങ്ങി. സിന്ധിലും ബലൂചിസ്ഥാനിലും പഞ്ചാബിലുൾപ്പെടെ മേധാവിത്വം നേടി ഭരണകൂടത്തിലെത്തുന്നതും പിന്നീട് അമേരിക്കയുടെ കൂടെ കുതന്ത്രം ഉപയോഗിച്ചുകൊണ്ട് സൈന്യത്തിൻ്റെ സഹായത്തോടുകൂടി ഇമ്രാൻഖാനെ അട്ടിമറിച്ചതും ഷഹബാസ് ഷെരീഫിനെ ഒരു മാപ്പുസാക്ഷിയാക്കി ഷഹബാസ് ഷെരീഫിനെയും മുഖ്യ പ്രതിപക്ഷമായ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവ് ബെനസറിൻ്റെ മകനെയൊക്കെ അതിൻ്റെ ഭാഗമാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്ന അത് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും പാകിസ്ഥാൻ മുസ്ലിം ലീഗും എല്ലാം കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണ് രാഷ്ട്രീയത്തിൽ. പക്ഷേ ഇപ്പോഴും ഇമ്രാൻഖാൻ പാക് മനസ്സിൽ വലിയ സ്വാധീനമുള്ള ആളായി തുടരുന്നു, തടവിലാണെങ്കിൽ പോലും. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് തലവേദന ഉണ്ടാക്കുന്ന പാക് മേഖലയിലെ സാന്നിധ്യമാണ് പാക് താലിബാൻ. പാക് താലിബാൻ അഫ്ഗാൻ താലിബാനുമായി ചേർന്ന് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അഫ്ഗാൻ താലിബാൻ നയിക്കുന്ന അഫ്ഗാനിസ്ഥാനിലേക്ക് ഇവിടുന്ന് കടന്നു പോകാൻ എളുപ്പമാണ്. തിരിച്ച് അഫ്ഗാൻ താലിബാൻ്റെ ആളുകൾക്ക് പാകിസ്ഥാനിലേക്ക് കടന്നു കയറാനും എളുപ്പമാണ്. ഒരുപാട് പാസുകളും റൂട്ടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നുഴഞ്ഞു കയറ്റമെന്ന് പറയാനാവില്ല. അവരൊരു വംശജരാണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കും. ഇത് സാധാരണഗതിയിലൊക്കെയാണ്. പക്ഷേ കഴിഞ്ഞ ആഴ്ച കാര്യങ്ങൾ കൈവിട്ടുപോയി. പാകിസ്ഥാൻ്റെ വ്യോമസേന കാബൂൾ, കാണ്ഡഹാർ എന്ന അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിൽ ബോംബാക്രമണം നടത്തി. പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങളല്ല ചെയ്തത് എന്ന്. പക്ഷെ കൃത്യമായ വിവരങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുന്നത് ഇത് പാകിസ്ഥാൻ സേന നടത്തിയ ആക്രമണമാണ്. ഡ്രോണുകളും വിമാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് നടത്തിയ ആക്രമണം. സ്വാഭാവികമായി അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ചടിയുണ്ടായി. പാക് സൈനിക കേന്ദ്രങ്ങളിൽ, അതിർത്തിയിലുള്ള സൈനിക കേന്ദ്രങ്ങളിൽ ഓൾറെഡി ചില ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. അതിനുള്ള പ്രതികരണം എന്ന നിലയിലാണ് പാകിസ്ഥാൻ അത് ചെയ്തത് എന്ന് പാകിസ്ഥാൻ അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾ കരുതുന്നു. പക്ഷേ തിരിച്ചടി
വളരെ ഗംഭീരമായിരുന്നു. പാകിസ്ഥാൻ സേനാ പോസ്റ്റുകൾക്ക് നേരെ അഫ്ഗാനിസ്ഥാൻ്റെ സൈനിക യൂണിറ്റുകൾ, താലിബാന്റെ സൈനിക യൂണിറ്റുകൾ നിറയൊഴിച്ചു. പാകിസ്ഥാൻ തിരിച്ചും. അങ്ങനെ 250ഓളം മരണങ്ങൾ അവിടെ ഈ അൺകൺഫേംഡായി രേഖപ്പെടുത്തപ്പെട്ടു. അത് വലിയ ഒരു നമ്പറാണ്. അപ്പോൾ അതിനർത്ഥം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് പോയി എന്നല്ല അതിനർത്ഥം അഫ്ഗാനിസ്ഥാൻ്റെ ഗവൺമെൻറ്റുമായി പാകിസ്ഥാൻ വല്ലാതെ അകന്നു പോയിരിക്കുന്നു. നോക്കൂ, അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധവും കൂടി പരിഗണിച്ചെങ്കിൽ മാത്രമേ എന്തുകൊണ്ട് ഇങ്ങനെയൊരു സംസാരം എന്ന് മനസ്സിലാവൂ. അഫ്ഗാന്റെ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്താഖി ഇപ്പോൾ ഇന്ത്യയിലാണ്. റഷ്യയിൽ വെച്ച് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഉച്ചകോടി, അത് അഫ്ഗാനിസ്ഥാന്റെ ഭാവിയെ കുറിക്കുന്ന ഒരു ഉച്ചകോടിയാണ്. അവിടെ മുത്താഖി പങ്കെടുത്തിരുന്നു. അവിടുന്ന് മോസ്കോയിൽ നിന്നും നേരിട്ട് ന്യൂഡൽഹിയിലേക്കാണ് വന്നത്. 8 ദിവസത്തെ ഒരു സെമി ഔദ്യോഗിക സന്ദർശനത്തിനാണ്. ഞാൻ സെമി ഔദ്യോഗികം എന്ന് പറയാനുള്ള കാരണം താലിബാനെയോ താലിബാൻ ഭരണകൂടത്തെയോ ഇന്ത്യ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല എന്നുകൂടി ഓർക്കണം. അഫ്ഗാനിസ്ഥാനുമായി സൗഹൃദം പുലർത്തുന്നു, പക്ഷെ മുൻ അഫ്ഗാൻ ഗവൺമെൻറ്റുകളെയാണ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ളത്. ഇപ്പം താലിബാൻ കഴിഞ്ഞ 4 വർഷമായി ഭരണത്തിലുണ്ട്, പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ താലിബാൻ ഭരണകൂടത്തെ തത്വത്തിൽ അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറായിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് മുത്താഖിയുമായി ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ. ഇവിടെ മുത്താഖി ഉള്ള സമയത്ത് ഇന്ത്യയുടെ കൂടെ സഹായത്തോടു കൂടിയാണ് അഫ്ഗാന്റെ സേനകൾ, താലിബാൻ സേനകൾ പാകിസ്ഥാനെ ആക്രമിക്കുന്നത് എന്നാണ് പാകിസ്ഥാന്റെ ആരോപണവും വലിയ രീതിയിലുള്ള പരിഭവവും. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. അഫ്പാക്ക് മേഖല മാത്രമല്ല കലുഷിതം, ബലൂചിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാന് തീരാ നോവായി മാറിയിരിക്കുന്നു. ബലൂചിസ്ഥാനിൽ വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ നടക്കുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ സ്വാധീനം അവിടെ പ്രകടമാണ്. പാകിസ്ഥാൻ സൈന്യത്തിന് കടന്നു കയറാനാവാത്ത രീതിയിൽ ബലൂച്ച് പോരാളികൾ അവരൊരു സ്വതന്ത്ര പരമാധികാര രാജ്യം ആവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഏറെക്കാലത്തെ പോരാട്ടത്തിലാണ്. നമുക്കറിയാം, ജാഫർ എക്സ്പ്രസ് കഴിഞ്ഞ വർഷം പെഷാവറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് ആക്രമിക്കപ്പെട്ടതും പാകിസ്ഥാനിലെ പൗരന്മാരെ ഒരുപാട് പേരെ ബന്ദികളായി പിടിച്ചതും പിന്നീട് അത് വിട്ടുകൊടുത്തതും ഒക്കെ വലിയ വാർത്തയായതാണ്. മാത്രമല്ല, ഖനനത്തിന് അനന്തമായ സാധ്യതയുള്ള മേഖല കൂടിയാണ് പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ഭൂമി പ്രദേശവുമായ ബലൂചിസ്ഥാൻ. ജനസംഖ്യ 5% മാത്രമേ ഉള്ളൂ, പക്ഷേ ഭൂമി വലിയ ഒരു ഭൂമിയാണ്. ഭൂമിയായി നമ്മൾ പറയുമ്പോഴും വലിയ രീതിയിലുള്ള യുറേനിയം നിക്ഷേപം അവിടെയുണ്ട്. യുറേനിയം മാത്രമല്ല, ലിഥിയം, ഇപ്പോഴത്തെ സ്റ്റോറേജ് ബാറ്ററി ഡിവൈസസ് ഒക്കെ ലിഥിയം അയൺ എന്നാണല്ലോ പറയുക. ലിഥിയം, കോപ്പർ, അയൺ എല്ലാം തന്നെ വൻതോതിലുണ്ട്. ഇതിൽ നിന്നും ഒരു പിടി മണ്ണ് വാരിയാണ് ബോക്സിലാക്കി പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ട്രംപിനെ കാണാൻ കഴിഞ്ഞ ആഴ്ച പോയത്. ട്രംപ് എന്ന കച്ചവടക്കാരൻ പ്രസിഡന്റിന് വേണ്ടത് ധാതുക്കളാണ്, കച്ചവട പ്രോസ്പെക്ട്സ് ആണ്. അത് ഉക്രൈനിയൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കിയോടാണെങ്കിലും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനോടാണെങ്കിലും ട്രംപിന് പറയാനുള്ളത് കച്ചവടം വല്ലതും നടക്കുമോ? ഇവിടെ കച്ചവടം നടക്കാനുള്ള സാധ്യതയുണ്ട്. ബലൂചിസ്ഥാന്റെ മണ്ണിൽ മിനറൽസ് ആൻഡ് മെറ്റൽസ് ഉണ്ട്. അഫ്ഗാനിസ്ഥാന്റെ മണ്ണിലും മിനറൽസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ അഫ്ഗാനിസ്ഥാനിലെ ഒരു വ്യോമതാവളം അമേരിക്ക ചോദിച്ചത്. അപ്പം അമേരിക്ക പണ്ട് ഉപേക്ഷിച്ചു പോയ ആ വ്യോമതാവളം, അതേക്കുറിച്ച് മുൻപൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഇതേ പ്ലാറ്റ്ഫോമിൽ, അതുകൊണ്ടത് കൂടുതലായി പറയുന്നില്ല. ആ വ്യോമതാവളം തരില്ല എന്ന് താലിബാൻ തീർത്തു പറഞ്ഞു. അപ്പോൾ അമേരിക്കയ്ക്ക് താലിബാൻ ഇപ്പോൾ ശത്രുപക്ഷത്താണ്. ഇന്ത്യക്ക് താലിബാൻ വളരെ വേണ്ടപ്പെട്ട ഒരു സമിതിയായി മാറുന്നു. എക്കാലത്തും അങ്ങനെ ആകണമെന്നില്ല. കാരണം ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന പരമ്പരാഗതമായ പോളിസി അത്രയുമേ ഉള്ളൂ. പാകിസ്ഥാന്റെ ശത്രുപക്ഷത്തേക്ക് താലിബാൻ വരുന്നു, സ്വാഭാവികമായി ഇന്ത്യയുടെ സുഹൃത്ത് ബന്ധത്തിലേക്ക് വരുന്നു. അമേരിക്ക ഇന്ത്യയിൽ നിന്ന് അകന്നു പോകുന്നു. ഇന്ത്യയോട് വൈരാഗ്യമുള്ള പാകിസ്ഥാനുമായി ഇപ്പോൾ അമേരിക്ക അടുത്ത് നിൽക്കുന്നു. അതത്രയ്ക്ക് ലാഘവത്തിൽ കാണാനാവില്ല എങ്കിൽ പോലും അതിന് പിന്നിൽ ഒരു സ്വാഭാവിക ഒരു പരിണാമമുണ്ട്. അതുകൊണ്ട് അഫ്പാക്ക് മേഖല കേന്ദ്രീകരിച്ച് വരും ദിനങ്ങളിൽ വലിയ പോരാട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ, ഈ പ്രക്ഷോഭങ്ങളുടെ എല്ലാം പിന്നിൽ ഭാരതമാണ്. ഭാരതത്തിൻ്റെ തന്ത്രങ്ങളാണ്. ഭാരതത്തിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിൻ്റെ കുശാഗ്ര ബുദ്ധിയാണ് ഇതിലേക്കെല്ലാം നയിക്കുന്നത് എന്ന പരിഭവത്തിലാണ് പാകിസ്ഥാൻ അതിന് ബദലായി ചെയ്ത 1-2 കാര്യങ്ങളും കൂടെ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. പാകിസ്ഥാൻ തന്ത്രപരമായി കളിച്ചു. അമേരിക്ക ഇന്ത്യയിൽ നിന്ന് അകലുന്നു എന്ന പ്രതീതി ജനിച്ചപ്പോൾ കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ടെങ്കിലും ആയി അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സിൽ ഇടം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ
വർദ്ധിത വീര്യത്തോടുകൂടി അമേരിക്കൻ സ്കീം ഓഫ് തിങ്സിന്റെ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാഴ്ചയാണ്. അമേരിക്കയുടെ തന്നെ സഖ്യകക്ഷിയായ സൗദി അറേബ്യയുമായി ഒരു സായുധ കരാറിൽ ഏർപ്പെടുന്നത് വരെ പാകിസ്ഥാൻ എത്തി നിൽക്കുന്നു. അതുമാത്രമല്ല, യുദ്ധത്തെക്കുറിച്ച്, ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂർ പോരാട്ടത്തെക്കുറിച്ച് ട്രംപിന്റെ വാഗ്ധോരണികൾ കഴിഞ്ഞ ദിവസവും ഷർമൽ ഷെയ്ഖിലും പറഞ്ഞു. ട്രംപ് വീണ്ടും വീണ്ടും ക്ലെയിം ചെയ്യുകയാണ്, ഞാനാണ് യുദ്ധം അവസാനിപ്പിച്ചത്. പാകിസ്ഥാൻ എന്ന് പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരു കാഴ്ചയും കാണുന്നു. പാകിസ്ഥാൻ ട്രംപിനെ നൊബേൽ സമാധാന സമ്മാനത്തിന് ഈവൻ പ്രപ്പോസ് ചെയ്തതുമാണ്, അടുത്ത വർഷവും പ്രപ്പോസ് ചെയ്യപ്പെടും, ചിലപ്പോൾ നടന്നു എന്നുമിരിക്കും. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ ഈസ് ചേഞ്ചിങ്. പാകിസ്ഥാൻ ഈസ് വെരി മച്ച് ഇൻ ദ അമേരിക്കൻ വെസ്റ്റേൺ ഓർബിറ്റ്. ഇന്ത്യ പതിയെ അമേരിക്കൻ ഓർബിറ്റിൽ നിന്നും അകന്നു പോവുകയും പരമാവധി ഏഷ്യൻ രാജ്യങ്ങളെ, റഷ്യ ഏഷ്യൻ പ്രദേശം കൂടിയാണല്ലോ റഷ്യയുടെ മുഖ്യ ഭൂമി എന്ന് പറയുന്നത്, ചൈന, ജപ്പാൻ, അല്ലെ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ രാജ്യങ്ങളുമായി മുൻപെന്നത്തേക്കാൾ മെച്ചപ്പെട്ട ബന്ധം ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു ജിയോ പൊളിറ്റിക്കൽ, ജിയോ സ്ട്രാറ്റജിക് ബാലൻസിംഗിലേക്ക് ഇന്ത്യ നീങ്ങുന്നു. അതുകൊണ്ടാണ് അഫ്പാക് മേഖലയിൽ ഇപ്പോൾ നടക്കുന്ന സംഘർഷം ഇന്ത്യ സാകൂതം വീക്ഷിക്കുന്നത്. ഇത് പാകിസ്ഥാൻ ആരോപണം മാത്രമാണ്, ഇന്ത്യയാണ് ഇതിന് പിന്നിലെന്നത് അത് നമുക്ക് സ്ഥിരീകരിക്കാനാവില്ല. പക്ഷേ അവിടെ സംഘർഷമുണ്ട് എന്നതും കൃത്യമായ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ വരുന്നു എന്നും കേവലം അതിർത്തി പോരാട്ടം എന്നതിനുപരിയായി കാര്യങ്ങൾ നീങ്ങുന്നു എന്നും കൃത്യമായി പറയാവുന്നതാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഈസ് വാച്ചിങ്. താങ്ക് യു.